ചെന്നൈയിൽ എലിവിഷം ശ്വസിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പെസ്റ്റ് കൺട്രോൾ കമ്പനിക്കെതിരെ നടപടി. ടി നഗറിലെ യുണീക്ക് പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റ് കമ്പനിയാണ് പൂട്ടിയത്. കമ്പനി ജീവനക്കാർ എലിവിഷം വെച്ച ശേഷം മതിയായി മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് കണ്ടെത്തൽ. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് എലിവിഷം വച്ചതിനു ശേഷം AC ഓണാക്കി കിടന്നുറങ്ങിയ 2 കുട്ടികൾ മരിച്ചു എന്നുള്ള അതിദാരുണമായ സംഭവം, ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം തമിഴ്നാട് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. കീടനാശിനി കമ്പനി, അതായത് ടി നഗറിലുള്ള യുണീക്ക് പെസ്റ്റ് കൺട്രോൾ ആണ് ഈ വീട്ടിൽ എലിവിഷം കൊണ്ടുവച്ചത്. എലിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഇവിടെ വിഷം വെക്കാൻ ഈ കമ്പനിയോട് വീട്ടുടമസ്ഥൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം ഇവർ ഈ എലിവിഷം കൊണ്ടുവച്ചതിന് ശേഷം മതിയായ നിർദ്ദേശങ്ങളൊന്നും നൽകാതെയാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നാലെ വൈകിട്ട് കുട്ടികളുമായി എത്തി. രാത്രിയോടുകൂടി ഇവർ AC ഓണാക്കി കിടന്നുറങ്ങുകയും അതിനുശേഷം കുട്ടികൾക്ക് ശ്വാസതടസ്സം ഉണ്ടായി ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഇവർ മരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ഈ മരണത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. കമ്പനി അടച്ചു സീൽ ചെയ്ത് കൃഷി വകുപ്പാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. കീടനാശിനി കമ്പനി എലിവിഷം വെച്ച ശേഷം മതിയായ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. അങ്ങനെ ടി നഗറിലെ യുണീക്ക് പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റിന്റെ ഓഫീസ് പൂട്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ഈ കമ്പനിയുടെ ജനറൽ മാനേജർ അടക്കമുള്ള 3 പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ വിട്ടെങ്കിലും തുടരന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ള ഉറപ്പ് വാങ്ങിയ ശേഷമാണ് പോലീസ് ഇവരെ ജാമ്യത്തിന് വിട്ടത്. ഇവർക്ക് സംസ്ഥാനം വിട്ടു പോകാനുള്ള അനുമതി ഇല്ല. അത്തരത്തിലുള്ള ഒരു ജാമ്യ വ്യവസ്ഥയിലാണ് ഇവർ പുറത്തേക്ക് പോയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.